അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധി എന്ന വ്യക്തിയെ ഒരുപക്ഷെ അത് അദ്ദേഹത്തെ യുവരാജ് എന്ന് വിളിക്കുന്ന ഒരു പരിഹാസ കഥാപാത്രമാക്കാനുള്ള വളരെ കരുതിക്കൂട്ടിയൊരു ശ്രമം നടക്കുന്നുണ്ട്. ഒരുപക്ഷെ അത് എങ്ങനെ വോട്ടിങ്ങിൽ ഉരുത്തിരിഞ്ഞു വരും എന്ന് എനിക്കറിയില്ല. പക്ഷേ രാഷ്ട്രീയമായി കടന്ന് ആക്രമിക്കുന്നു, അതിനെ പ്രതിരോധിക്കാൻ രാഹുൽ ഗാന്ധിക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. കാരണം അതെന്തായിരിക്കും മോദി ലക്ഷ്യം വെക്കുന്നത്? കാരണം നമുക്കറിയാം രാഹുൽ എന്നും നരേന്ദ്രമോദിയുടെ ടാർഗറ്റാണ്. പക്ഷേ അപ്പോഴും മോദിക്കൊത്ത എതിരാളിയായി ഒരിക്കലും വളരാൻ രാഹുലിന് സാധിച്ചിട്ടില്ല എന്നൊരു യാഥാർത്ഥ്യം കൂടി അപ്പുറത്തുണ്ട്. എന്നിട്ടും ആ എതിരാളിയെ അതേ ശക്തിയോടെ, അതേ അർത്ഥത്തിൽ, അതേ പ്രാധാന്യത്തോടെ ഓരോ വേദിയിലും മോദി അവതരിപ്പിക്കുകയാണ്. അതിന്റെ പിന്നിലുള്ള രാഷ്ട്രീയം എന്തായിരിക്കും? അല്ല, ഇതിൽ ഒരു കാര്യം നേരത്തെ തന്നെ അത് പണ്ട് തന്നെ BJP എടുത്തിട്ടുള്ള ഒരു രീതിയാണ്. അതായത് കോൺഗ്രസിനെ മുക്തമാക്കുക, കോൺഗ്രസിനെ ഇല്ലാതാക്കുക, കോൺഗ്രസിനെ അധികാരത്തിൽ നിന്ന് പുറത്തു നിർത്തിയാൽ കോൺഗ്രസ് തന്നെ ശിഥിലമായിക്കൊള്ളും. അപ്പോൾ ദേശവ്യാപകമായ ഒരു പാർട്ടി BJP നേരിടാൻ ഉണ്ടാകാതിരിക്കുന്ന ഒരു സാഹചര്യമാണ്. പ്രാദേശിക പാർട്ടികൾ വരുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്നൊരു നിലപാടുണ്ട്. മാത്രമല്ല, കോൺഗ്രസ് നിലനിൽക്കുന്നത് അതിൻ്റെ ആ ഒരു കുടുംബ പാരമ്പര്യത്തിൽ തന്നെയാണ്. നെഹ്റു ഗാന്ധി കുടുംബ പാരമ്പര്യത്തിൽ തന്നെയാണ് കോൺഗ്രസ് നിലനിൽക്കുന്നത്. അതിൻ്റെ മർമ്മപ്രധാനമായ ഭാഗത്തിലേക്ക് ആക്രമിക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് ഈ രാഹുൽ ഗാന്ധി, അദ്ദേഹം പറയുന്നത് രാഹുൽ ഗാന്ധി ഒരു സ്റ്റാർട്ടപ്പായിട്ടാണ് കോൺഗ്രസ് കാണുന്നത്. അതാണ് ഈ രാഹുൽ ഗാന്ധിയെക്കാളും മോദിയെ വിമർശിക്കുന്ന അതിശക്തരായ നേതാക്കൾ. ഇപ്പോൾ MK സ്റ്റാലിനെ പോലെ, അല്ലെങ്കിൽ മമതാ ബാനർജിയെ പോലെ, അങ്ങനെ എത്രയെത്ര നേതാക്കളുണ്ട്. അവരെ ടാർഗറ്റ് ചെയ്തതിനേക്കാളും കൂടുതൽ രാഹുൽ മോദി ടാർഗറ്റ് ആകുന്നു പലപ്പോഴും. അതെ, ഇപ്പം നമ്മുടെ ഇടതുപക്ഷ നേതാക്കളെ ഒന്നും അദ്ദേഹം വിമർശിക്കുന്നില്ല, എണ്ണത്തിലേ കൂട്ടുന്നില്ല. അതേസമയം ആകെ കോൺഗ്രസിനെയാണ് പ്രധാനമായി ആക്രമിക്കുന്നത്. അപ്പോൾ മാത്രമല്ല, കൂടുതൽ ആളുകളെ മറുഭാഗത്തു നിന്ന് കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്നതിൽ നിന്ന് തങ്ങളുടെ ഭാഗത്തേക്ക് ചാടിക്കാൻ കഴിയുമോ എന്നുള്ള ശ്രമവും കൂടി നടത്തുന്നുണ്ട്. മാത്രമല്ല, രാഹുൽ ഗാന്ധിയെ മാത്രമല്ല കേട്ടോ, ഇതിന് തുടരെ ഇതിന് മുന്നേയും ജവഹർലാൽ നെഹ്റുവിനെ നമുക്ക് ആക്രമിക്കുന്നതായി കാണാം. അപ്പോൾ ഇന്നിപ്പോൾ അദ്ദേഹം ഈ ജാതി സംവരണത്തെക്കുറിച്ച് വലിയ ശക്തമായ ഒരു ആവശ്യം കോൺഗ്രസ് ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ പിന്നോക്ക വിഭാഗങ്ങളുടെ വിഷയമൊക്കെ കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിൽ ഉയർത്തും എന്ന് മുന്നിൽ കണ്ട് ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എഴുതിയ പഴയ കത്ത് തന്നെ ഭാഗം വായിക്കുകയാണ്. അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ജവഹർലാൽ നെഹ്റു ലെറ്റേഴ്സ് ടു ചീഫ് മിനിസ്റ്റർ 1947-64 എന്ന പുസ്തകത്തിൽ. അതിൻ്റെ വോളിയം 5 ഈ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസ്സാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് 1989. അതിലെ 456 പേജിൽ നിന്നാണ് പ്രധാനമന്ത്രി ഈ ആരോപണം ഉന്നയിക്കുന്നത്. അത് ജൂൺ 27, 1961 അയച്ച ഒരു കത്താണ്. സംസ്ഥാനത്തിലെ മുഖ്യമന്ത്രിമാർക്ക് അയച്ച കത്താണ്. ആ കത്തിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറയുന്നത് സാമ്പത്തിക കാര്യങ്ങളായിരിക്കണം ജാതി വിഷയങ്ങളെക്കാൾ സംവരണത്തിന് കണക്കാക്കേണ്ടത്. എൻ്റെ രാജ്യം ഒരു ഫസ്റ്റ് ക്ലാസ് കൺട്രി ആകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ സാമ്പത്തിക സംവരണം ഇതിന് പകരം ഈ കാസ്റ്റ് അടിസ്ഥാനത്തിലുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സംവരണം വരുമ്പോൾ അത് B ക്ലാസ് ആയിട്ടുള്ള ആളുകൾക്ക് അവസരം നൽകുന്നതിന് തുല്യമാകും. അത് നമ്മൾ എൻകറേജ് ചെയ്താൽ, രണ്ടാം നിര ആളുകളെ മുന്നിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ വി വിൽ ബി ലോസ്റ്റ് എന്നാണ്, നമ്മൾ പരാജയപ്പെട്ടു പോകും എന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ പിന്നോക്ക വിഭാഗത്തിനെ നമ്മൾ സഹായിക്കണം എന്ന് അദ്ദേഹം ഈ കത്തിൽ പറയുന്നുണ്ട്. പക്ഷേ അതെങ്ങനെയാണ്? അവർക്ക് വിദ്യാഭ്യാസം നൽകി അവരെ സാങ്കേതികമായി, ശാസ്ത്രപരമായി, അതുപോലെ വൈദികമായൊക്കെയുള്ള പഠനങ്ങൾക്ക് അവരെ തയ്യാറെടുപ്പിച്ചുകൊണ്ട് അവരുടെ കഴിവുകൾ ഉയർത്തുക എന്നതാണ് വേണ്ടത്. അതിന് ആ വരി തന്നെ ഞാൻ വായിക്കാം. ബട്ട് ഇഫ് വി go in for reservations on communal or caste basis, we swap the bright and able people and remain second rate or third rate എന്നാണ് അദ്ദേഹം പറയുന്നത്. I am grieved to learn that how far this business of reservation has gone based on communal consideration. അപ്പോൾ ജാതിയുടെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംവരണം നടപ്പിലാക്കുക എന്നത് അത് സർവീസുകളിൽ പോലും, സർക്കാർ സർവീസുകളിൽ പോലും അത് അത്ര നല്ലതല്ല എന്ന തരത്തിലുള്ള ഒരു വളരെ കൃത്യമായൊരു സ്റ്റേറ്റ്മെൻറ്റ്. വളരെ എത്ര മുനകൊള്ളുന്ന വാക്കുകളാണെന്ന് ആലോചിക്കണം. കാരണം ജാതി സംവരണവുമായി ബന്ധപ്പെട്ട്, ജാതി സെൻസസുമായൊക്കെ ബന്ധപ്പെട്ട് കോൺഗ്രസിൽ തന്നെ വലിയ ആശയക്കുഴപ്പവും അഭിപ്രായ വ്യത്യാസങ്ങളും സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ആയാലും പ്രാദേശികമായൊക്കെ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുള്ള ഒരു സമയത്താണ് ഈ മർമ്മപ്രധാനമായ ഒരു വിഷയം മോദി ഉപയോഗിക്കുന്നത്. അത് ഏതൊക്കെ മേഖലയിലാണ്? ഇപ്പോൾ ഈ സംസ്ഥാനങ്ങളുടെ നേരത്തെ പറഞ്ഞ പോലെ തെക്ക് വടക്ക് എന്നുള്ള വിഭജനം കോൺഗ്രസ് കൊണ്ടുവരുന്നു എന്ന് ആരോപിക്കുന്നു. ഈ ജാതി സെൻസസുമായി ബന്ധപ്പെട്ട്, ജാതി സംവരണവുമായി ബന്ധപ്പെട്ട് നെഹ്റുവിൻ്റെ ചിന്താഗതികൾ അല്ലെങ്കിൽ അതിൻ്റെ കത്തുകൾ, അതിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ എടുത്ത് പ്രയോഗിക്കുന്നു. അങ്ങനെ സംസ്ഥാനങ്ങളെ ഈ പറഞ്ഞതുപോലെ അവഗണിക്കുന്നു എന്ന പ്രധാനപ്പെട്ട വിമർശനത്തിന് കൃത്യമായ മറുപടി നൽകുന്നു. ഈ കത്തിപ്പോൾ അടുത്ത ദിവസങ്ങൾ എനിക്ക് തോന്നുന്നു വലിയ തോതിൽ ചർച്ചയാവുമെന്നാണ് തോന്നുന്നത്. കാരണം ഇതിലൊക്കെ ഉപയോഗിച്ചിട്ടുള്ള വാക്കുകൾ നോക്കൂ.
ദർ ലൈസ് നോട്ട് ഓൺലി എ ഫോളി ബട്ട് എ ഡിസാസ്റ്റർ എന്നാണ്. പൂർണ്ണമായ ഒരു തകർച്ച നമ്മുടെ രാജ്യത്തിനുണ്ടാകും ഇങ്ങനെ കമ്മ്യൂണൽ അല്ലെങ്കിൽ കാസ്റ്റ് അടിസ്ഥാനത്തിലുള്ള ജാതി മത അടിസ്ഥാനത്തിലുള്ള സംവരണം അങ്ങനെ പൂർണ്ണമായി നമ്മുടെ രാജ്യത്തെ തകർക്കും എന്നാണ് പണ്ഡിറ്റ് നെഹ്റു ഇതിൽ എഴുതുന്നത്. ഈ 456-57 പേജുകളിൽ ഇത് വളരെ വ്യക്തമായി ഇദ്ദേഹം പറയുകയും ചെയ്യുന്നു. മാത്രമല്ല ഒരു കാര്യം നമുക്ക് അറിയാമായിരുന്നു, അന്ന് അംബേദ്കർ ഈ സംവരണം ജാതി അടിസ്ഥാനത്തിൽ വേണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചിരുന്ന ഒരു കാലത്ത് ഇന്ത്യയിലെ സവർണരായ അംബേദ്കർ ഇല്ലായിരുന്നെങ്കിൽ സംവരണം നടപ്പിലാവില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ കോൺഗ്രസിന്റെ സംഭാവനയല്ല എന്ന് അദ്ദേഹം പറയുന്നു. കാരണം അന്ന് കോൺഗ്രസിനകത്തുള്ള സവർണരായ മേൽ ജാതിയിൽ നിന്നൊക്കെയുള്ള ആളുകൾക്ക് സാമ്പത്തിക സംവരണം എന്നൊരു ആവശ്യം തന്നെയായിരുന്നു മുന്നിലുള്ളത്. പക്ഷേ അതിനെ വളരെ എഫക്റ്റീവായി അംബേദ്കറിന് കൗണ്ടർ ചെയ്യാൻ കഴിയുന്നുണ്ട്. കാരണം ഇപ്പോൾ സംവരണം ഇല്ലാതിരിക്കുമ്പോൾ ജനറൽ സീറ്റിൽ വരുന്നതെല്ലാം ജനറൽ കാറ്റഗറിയിലുള്ള ആളുകൾ തന്നെയായിരിക്കും. പിന്നോക്ക വിഭാഗക്കാരന് കിട്ടുന്ന ഒരു അവസരം, അത് അവിടെ ഒരു കോമ്പറ്റീഷൻ വരുന്നത് പാവപ്പെട്ടവനായ ഒരു പിന്നോക്ക വിഭാഗക്കാരനും പാവപ്പെട്ടവനായ ഒരു ബ്രാഹ്മണനും തമ്മിലുള്ള ഒരു മത്സരമായിരിക്കും. അപ്പോൾ ഒരു പാവപ്പെട്ട ചെരുപ്പൂത്തിയുടെ മകൻ പാവപ്പെട്ട ഒരു ബ്രാഹ്മണനോട് ഏറ്റുമുട്ടി മത്സര പരീക്ഷ എഴുതുമ്പോൾ സ്വാഭാവികമായി വിജയം ആ മുന്നോക്കക്കാരന് തന്നെ ആകും എന്ന കണ്ടെത്തലാണ് അംബേദ്കറെ കൊണ്ട് ഈ മാറ്റി ചിന്തിക്കാനായിട്ട് ഇത് പ്രേരിപ്പിക്കുന്നത്. ആ ഒരു സമ്മർദ്ദത്തിൻ്റെ കൂടി ഫലമായിട്ടാണ് അന്ന് സംവരണം ആവശ്യപ്പെടുകയും ചെയ്യുന്നത്. അത് ആദ്യത്തെ കുറച്ചു കാലത്തേക്ക് 10 വർഷത്തെ കൊണ്ട് ഇത് അവസാനിപ്പിക്കാമെന്നൊക്കെ ഒരു കാഴ്ചപ്പാടുണ്ടെങ്കിലും പിന്നീട് അതിൻ്റെ ആവശ്യകത കുറെ കൂടെ വ്യക്തമാകുകയും വരികയൊക്കെ ചെയ്യണം. അപ്പോൾ ഇതൊക്കെ ഈ വിഷയങ്ങളൊക്കെ അപ്പോൾ കോൺഗ്രസ് നാളിതുവരെ എടുത്തു വച്ചിട്ടുള്ള അവരുടെ ഒരു നെറേറ്റീവിനെ തന്നെ തകർക്കാൻ പ്രധാനമന്ത്രിക്ക് കഴിയുന്നു എന്നതാണ് ഈ വിഷയത്തിലെ ഏറ്റവും സുപ്രധാനമായ ഘടകം.